വൈദ്യുതി സർചാർജ് ഈടാക്കില്ലെന്ന് KSEB. പകരം 2 മാസത്തിലൊരിക്കൽ ബില്ല് ഈടാക്കുന്ന ഗാർഹിക ഉപഭോക്താക്കൾക്ക് 1 പൈസ വീതം തിരികെ നൽകും. ഇത് അടുത്ത ബില്ലിൽ വരവ് വയ്ക്കും. മാർച്ചിലും 1 പൈസ തിരികെ നൽകിയിരുന്നു. മാസം തോറും ബില്ലടയ്ക്കുന്ന വാണിജ്യ വ്യവസായ ഉപഭോക്താക്കൾക്കും സർചാർജ് ഇല്ല. ഇവരുടെ സർചാർജ് 0ആണ്. ഇവർക്ക് മാർച്ചിൽ യൂണിറ്റിന് 2 പൈസ വീതം തിരികെ നൽകിയിരുന്നു. ഇത്തവണ ഇല്ല. LDF പ്രകടന പത്രികയ്ക്ക് ഇന്ന് അന്തിമ രൂപം നൽകും. സാമൂഹിക ക്ഷേമ പെൻഷൻ ഉയർത്തണമെന്നാണ് സബ് കമ്മിറ്റി നിർദ്ദേശം. ക്ഷേമ പെൻഷൻ 3500 രൂപയായി ഉയർത്തുന്ന അടക്കമുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നതാണ് മുൻ ധനമന്ത്രി തോമസ് ഐസക്കിന്റെ നേതൃത്വത്തിലുള്ള സബ് കമ്മിറ്റി തയ്യാറാക്കിയ പ്രകടന പത്രിക. റേഷൻ കാർഡ് അടിസ്ഥാനത്തിലല്ലാതെ എല്ലാ സ്ത്രീകൾക്കും 1000 രൂപയുടെ സ്ത്രീ സുരക്ഷാ പെൻഷൻ നൽകുന്ന കാര്യവും പരിഗണനയിലുണ്ട്. സംസ്ഥാനത്തെ സ്ത്രീകളുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിനായിട്ടായിരുന്നു പദ്ധതി ആവിഷ്കരിച്ചത്. നിലവിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മറ്റു വരുമാനമില്ലാത്ത സ്ത്രീകൾക്കാണ് 1000 രൂപ നൽകി വരുന്നത്. സഹകരണ വകുപ്പ് സോഫ്റ്റ്വെയർ കരാർ സർക്കാർ നടപടികൾ തടഞ്ഞ ഹൈക്കോടതി. വിവാദമായ ടെൻഡർ നടപടികൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തു. 7 IT കമ്പനികൾ സമർപ്പിച്ച ഹർജി പരിഗണിച്ച കോടതി മെയ് 19 വരെ തുടർ നടപടികൾ പാടില്ലെന്ന് ഉത്തരവിട്ടു. 700 കോടി രൂപയുടെ അഴിമതി നടന്നുവെന്ന് ചൂണ്ടിക്കാട്ടി മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല രംഗത്തെത്തിയിരുന്നു. ആദ്യം ടാറ്റ കൺസൾട്ടൻസിക്ക് 206 കോടി രൂപയ്ക്ക് നൽകാൻ തീരുമാനിച്ചിരുന്ന കരാറാണ് പിന്നീട് ഉയർന്ന തുകയ്ക്ക് ദിനേശ് BD സഹകരണ സംഘത്തിന് കൈമാറാൻ നീക്കം നടന്നത്. UDF സ്ഥാനാർത്ഥി G സുധാകരന്റെ പോസ്റ്ററിന് മുകളിൽ LDF സ്ഥാനാർത്ഥി H സലാമിന്റെ പോസ്റ്റർ ഒട്ടിച്ചതായി പരാതി. ആലപ്പുഴ ഭഗവതിക്കൽ ക്ഷേത്രത്തിന്റെ സമീപത്താണ് സംഭവം. ഇന്നലെ രാത്രിയിലാണ് ഇത്തരത്തിൽ പോസ്റ്റർ ഒട്ടിച്ചെന്നാണ് പരാതി. അമ്പലപ്പുഴ UDF സ്ഥാനാർത്ഥി G സുധാകരന്റെ പോസ്റ്ററിന് മുകളിൽ LDF സ്ഥാനാർത്ഥി H സലാമിന്റെ പോസ്റ്ററാണ് ഒട്ടിച്ചത്. CPM ബുക്ക് ചെയ്തു വെച്ച ചുമരിൽ സുധാകരന്റെ പോസ്റ്റർ ഒട്ടിച്ചതിനാലാണ് അതിനു മുകളിൽ സലാമിന്റെ പോസ്റ്റർ ഒട്ടിച്ചതെന്നാണ് LDF വിശദീകരണം. ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ നേതൃത്വത്തിലാണ് ഇത്തരം ശ്രമം നടക്കുന്നതെന്ന് G സുധാകരൻ പ്രതികരിച്ചു. താൻ ജോലി നൽകിയ വ്യക്തിയാണ് തന്റെ പോസ്റ്റർ നശിപ്പിച്ചതെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. KSRTC സ്മാർട്ട് കാർഡ് സേവനം വിപുലീകരിച്ചു. KSRTC സ്മാർട്ട് കാർഡിന്റെ ട്രാവൽ കാർഡ് റീചാർജ് പരമാവധി 3000 രൂപയിൽ നിന്ന് 5000 രൂപയായി ഉയർത്തി. യാത്രക്കാർക്ക് ഇനി ക്യാഷ് നൽകാതെ തന്നെ കാർഡ് ഉപയോഗിച്ച് എളുപ്പത്തിൽ ടിക്കറ്റ് എടുക്കാം. ATM കാർഡ് സ്വൈപ്പ് ചെയ്യുന്ന രീതിയാണ് ഈ സ്മാർട്ട് കാർഡ് പ്രവർത്തിക്കുന്നത്. ബസ്സിൽ കയറുമ്പോൾ കാർഡ് സ്വൈപ്പ് ചെയ്താൽ ടിക്കറ്റ് തുക സ്വമേധയാ കുറയുന്നതാണ്. കൂടുതൽ തുക റീചാർജ് ചെയ്യുന്നവർക്ക് കൂടുതൽ പ്രയോജനം ലഭിക്കുന്ന രീതിയിലാണ് ഈ ഓഫർ.